നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 117-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി പി ലീലയെക്കുറിച്ചിട്ടാണ്. മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ ഗാനശാഖയെക്കുറിച്ചിട്ട് പറയുമ്പോൾ തങ്കലിപികളാൽ കൊത്തിവയ്ക്കപ്പെട്ട ഒരു പേരാണ് പി ലീല. അവരുടെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനം വളരെ വലുതാണ്. അവരുടെ ഭക്തിഗാനങ്ങൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്കുള്ള പുലരാനേഴര നാഴികയിൽ പുലകാലത്തിരുമേനി എന്ന് തുടങ്ങുന്ന ഗാനം, നാരായണീയം, അങ്ങനെ സുപ്രഭാതം, അങ്ങനെ എത്രയോ ഭക്തിഗാനങ്ങൾ, സിനിമയിലെ ആയിരക്കണക്കിന് ഗാനങ്ങൾ പാടിയ ഒരു ഗായിക. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരക്കുന്നിലെ പൊന്നോല, പൊന്നോല കെട്ടി പൂപ്പന്തു കെട്ടി കണ്ണീർമാരിൽ അണിഞ്ഞൊടിച്ചൊരു പന്തു കളിക്കാര, ഒരു പന്തു വേണോ, ഒരു പന്തു വേണോ. അതുപോലെ തന്നെ ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, അങ്ങനത്തെ ഗാനങ്ങൾ. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ സ്വർണ്ണ ചിറകുകളും എന്ന് തുടങ്ങുന്ന ഗുരുവായൂർ കേശവന്റെ ഗാനം. എത്ര മാസ്മരിക ഗാനങ്ങളാണ് അവർ മലയാള സിനിമയ്ക്കും മലയാളികൾക്കുമായി നൽകിയത്. ഒരുപാട് തവണ അവിടെ കച്ചേരികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാമിൽ വെള്ളയമ്പലത്ത് വെച്ചിട്ട് ശ്രീ കമുകറ പുരുഷോത്തമനും ശ്രീമതി പി ലീലയും അങ്ങനെ നിരവധി ഗായകർ പങ്കെടുത്തൊരു ഗാനമേള ഉണ്ടായിരുന്നു. എത്രമാത്രം ആസ്വാദ്യകരമായതെന്ന് അത് കേട്ടവർ, അവരെ കണ്ടവർ, ആ ഗാനമേളയിൽ പങ്കെടുത്തവർ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരെ പറ്റിയിട്ടുള്ള സങ്കല്പം കൂടുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം ഗാനങ്ങൾ. രാവിലെ എം എസ് സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം കേൾക്കുന്ന മാതിരിയാണ് പി ലീലയുടെ ഗാനങ്ങൾ. സാന്ദ്രാനന്ദബോധാർത്തനുവമിതം കാലശേഷാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിരവധി സഹസ്രേണ നിർഭാഗ്യമാനം സ്പഷ്ടം വിശ്വമാർത്ഥേ പുനരുരു പുരുഷാർത്ഥം ബ്രഹ്മതത്വം. അങ്ങനെ അവരുടെ കണ്ഠത്തിൽ നിന്നും മുതിരുന്ന ഭക്തിസാന്ദ്രമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഗുരുവായൂർ ചെല്ലുന്ന ഓരോ ഭക്തരും എത്രയോ വർഷങ്ങളായി അതിരാവിലെ കേൾക്കുന്ന നാദം ശ്രീമതി പി ലീലയുടേതാണ്. ഇത്രമാത്രം വിനയവും ഇത്രമാത്രം സ്നേഹവും ഒക്കെയുള്ളൊരു വലിയ സ്ത്രീരത്നം. ആദ്യകാലത്തെ ചിത്രങ്ങളിൽ ശ്രീമതി പി ലീലയുടെ പേര് കഴിഞ്ഞിട്ടാണ് ശ്രീ യേശുദാസിൻ്റെ പേര് വരെ കൊടുത്തിരുന്നത്. അന്ന് യേശുദാസിനെക്കാട്ടിലും പ്രശസ്തിയായിരുന്നു പി ലീലയ്ക്ക്. അന്നും അവർ ഈ കാലത്തിലൂടെ കടന്നു പോകുന്ന കാലം വരെയും അവരുടെ ജീവിതം വളരെ ലളിതവും വിനയവും സ്നേഹവും നിറഞ്ഞതായിരുന്നു.
ഞാൻ നേരിൽ കണ്ട് സംസാരിക്കുന്നത് ഞാൻ ജനിച്ച മണ്ണിലുള്ള തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, ആ അമ്പലത്തിലെ ഒരു പ്രത്യേകത, ഇന്ന് വളർന്ന് പന്തലിച്ച ഒരു വലിയ ഒരു ക്ഷേത്രമാണ്. ഒരു ഭജനമഠത്തിൽ നിന്നും തുടങ്ങി ഇന്നൊരു വലിയൊരു മഹാക്ഷേത്രമായി കുടികൊള്ളുന്ന ഒരു അമ്പലമാണ് തമ്പാനൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഭാരതരത്നം നേടിയ എം.എസ്. സുബ്ബലക്ഷ്മി മുതൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രശസ്തരായിട്ടുള്ള കർണാടക സംഗീതജ്ഞരും യേശുദാസും പി ലീലയും മഹാരാജപുരം സന്താനവും പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഡോക്ടർ രമണിയും അങ്ങനെ നിരവധി പേർ കച്ചേരി അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ. അപ്പോൾ ആര് വന്നിരുന്നാലും അമ്പലത്തിന് എതിർവശത്തായിട്ടുള്ള ഒരു മേനോൻ ഫാമിലിയുണ്ട്. ഞങ്ങൾ അടുത്ത ബന്ധുക്കൾ കൂടിയാണ്. ഇന്ന് ആ ബിൽഡിംഗ് ഇല്ല, അതെല്ലാം ഇടിച്ചു മാറ്റി ഇന്ന് അവിടെ ഒരു വലിയൊരു ബിസിനസ് സമുച്ചയമാണ്. അപ്പോൾ ആ വീട്ടിലാണ് കച്ചേരിക്ക് വരുന്ന എല്ലാ അതിഥികളെയും കൊണ്ടിരുത്തുക. രാത്രി കച്ചേരി തുടങ്ങുമ്പോൾ പ്രധാന പരിപാടി കച്ചേരിയാണ്. ഇവരെ അങ്ങോട്ട് ആനയിക്കുകയാണ് പതിവ്. അങ്ങനെ ശ്രീമതി പി ലീല അവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് അവരുമായി ഞാൻ സംസാരിക്കുന്നത്. ഒരു 20-22 മിനിറ്റോളം. എവിടെയും ഈ സമയം പറയുന്നത് നമ്മൾ അവരെ കണ്ടുമുട്ടി അവരുമായിട്ട് സംവേദിച്ച ശേഷം ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും, നമ്മൾ എത്രമാത്രം അവരോട് സംസാരിച്ചു. സിനിമ പിന്നണി ഗായിക എന്നതിൽ നിന്നും ഉയർന്ന തലത്തിലെത്തിയപ്പോഴും എത്രയായിരം ഗാനങ്ങൾ പാടിയിട്ടും ഇന്നും കുഞ്ഞെ എനിക്ക് പാട്ട് എന്ന് പറയുന്നൊരു മനസ്സിൻ്റെ ഒരു എന്താ പറയുന്നത്, മനസ്സിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ സിമ്പലാണ്. എനിക്ക് പാടാതിരിക്കാൻ കഴിയില്ല എവിടെയായാലും. അത് സിനിമാ പാട്ടായാലും ശരി, ഭക്തിസാന്ദ്രമായാലും ശരി, പാട്ടുകൾ എൻ്റെ ജീവനാണ്. കുഞ്ഞിലേ മുതലേ, ചെറുപ്പം മുതലേ ശീലിച്ച ഒന്നാണത്. അതെങ്ങനെ മറക്കാൻ പറ്റും? അതെങ്ങനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും? ഇന്നിവിടെ കച്ചേരി അവതരിപ്പിക്കുമ്പോഴും ഞാൻ ആദ്യമായി കച്ചേരി അവതരിപ്പിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നാറുള്ളത്. അവരെക്കുറിച്ച് ചിലത്. 1934 മെയ് 19 പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനനം. 1946 ആന്ധ്ര മഹിളാ സഭയിൽ കച്ചേരി അവതരിപ്പിച്ചു. 1948 കങ്കണം എന്ന സിനിമയിലെ വരലക്ഷ്മി എന്ന ഗാനം തുടക്കമായി. 48 തന്നെ നിർമ്മലയിലൂടെ മലയാളത്തിൽ തുടക്കം. 1998 ഇറങ്ങിയ തിരകൾക്കപ്പുറം എന്ന സിനിമയിൽ യേശുദാസിനോടൊപ്പം പാടി. 1969 കേരള സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം. 1994 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം. നിരവധി പുരസ്കാരങ്ങൾ അവർ നേടി. 2005 ഒക്ടോബർ 31 71 വയസ്സിൽ അന്തരിച്ചു. മഹാകലാകാരിയെ 2006 മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. അവരെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ഗായികമാരിൽ നിന്നും വ്യത്യസ്തമാർന്ന ഒരു ആലാപന ശൈലി. അന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ 3.5-4 മണിക്കൂറോളം കീർത്തനങ്ങളും മറ്റും ആലപിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ സംഗീതത്തിൻ്റെ വേറൊരു തലത്തിൽ എത്തിച്ചേർന്നതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അന്ന് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അവരുമായി സംവേദിച്ചപ്പോൾ അവരോട് ചോദിച്ച 3 ചോദ്യങ്ങൾ ഒന്നിതാണ്. പാട്ടെല്ലാം പഠിച്ച് റെക്കോർഡിംഗ് തിയേറ്ററിൽ കയറി
ഇന്നത്തെ പോലെയല്ല അന്നത്തെ റെക്കോർഡിങ്. എല്ലാവരും സന്നിഹിതരായിരിക്കണം. ഇന്ന് ഒരാൾ പാടി ട്രാക്ക് എടുത്ത് വെച്ച് അടുത്തൊരാൾ പാടി ട്രാക്ക് എടുത്ത് വെച്ച് ആരും പരസ്പരം കാണുന്നില്ല. പരസ്പരം എന്തൊക്കെയാണ് പാടി അത് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കാനും സാങ്കേതികപരമായിട്ടുള്ള മുന്നോക്കം ഇന്നുണ്ടായിട്ടുണ്ട്. അന്ന് അതല്ല. ഓർക്കസ്ട്രയും പാട്ടുകാരും എല്ലാം ഒന്നിച്ചുണ്ടാവണം. അപ്പോൾ അന്നത്തെ റെക്കോർഡിങ്ങും ഇന്നത്തെ റെക്കോർഡിങ്ങും തമ്മിൽ ലീലാമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെറുതായി ചിരിച്ചിട്ട് പറഞ്ഞു, അതിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പാട്ടിനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം വേറെയാണ്. ഇന്ന് ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള വരികൾ വന്ന് പാടി ആലപിച്ചു പോകുന്നു. ഏതൊക്കെ ഇൻസ്ട്രുമെൻസാണ് മ്യൂസിക്കിന് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയായി തീരും, അതിൻ്റെ പരിസമാപ്തി എങ്ങനെയാണ്, അത് പൂർണ്ണമായും കേട്ട് കഴിഞ്ഞാലേ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ പാടിയ ആ ഭാഗം മാത്രം നമുക്ക് ഓർമ്മ കാണും. പക്ഷേ ആ പാട്ടിൻ്റെ പൂർണ്ണത എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ സിനിമ റിലീസാവണം, അല്ലെങ്കിൽ പാട്ടുകളുടെ ഓഡിയോ റിലീസാവണം. അപ്പോൾ അത് ഇതും തമ്മിൽ അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ലീലാമ്മയ്ക്ക് ശരിക്കും അന്നത്തെ കാലത്തെ രീതിയിലുള്ള റെക്കോർഡിങ്ങും കാര്യങ്ങളോടാണ് താല്പര്യം, ഇന്നത്തെ രീതികളോടാണ്? രണ്ടും ഉത്തമമായ മാതൃക തന്നെ. പക്ഷേ ഇപ്പോൾ അഡ്വാൻസായി എല്ലാ കാര്യങ്ങളും ടെക്നിക്കലായിട്ടും ഒക്കെ വളർന്നു കഴിഞ്ഞു. അതിൻ്റെ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. പക്ഷേ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നത് പഴയ രീതിയിലുള്ള റെക്കോർഡിങ്ങാണ്. ഗുരുവായൂരപ്പ ഗാനങ്ങൾ ജ്ഞാനപ്പാനയും മറ്റും റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ അതേപ്പറ്റി ഒരുപാട് പഠിച്ചിട്ടും ഒരുപാട് കാലം അതിനുവേണ്ടി ബുദ്ധിമുട്ടി അതിൻ്റെ അർത്ഥതലങ്ങളും വ്യാപ്തിയും എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ജ്ഞാനപ്പാനയും മറ്റും റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നത്തെ സ്ഥിതി അതല്ല. പക്ഷെ അന്ന് വലിയ വലിയ ഗായികമാരെ ഗുരുവായൂർ ദേവസ്വം വിളിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ദൈവഹിതം എനിക്കായിരുന്നു. അങ്ങനെയാണ് ഗുരുവായൂരിൽ ജ്ഞാനപ്പാനയും പ്രഭാത വർണ്ണനയും മറ്റുള്ള കീർത്തനങ്ങളുമെല്ലാം അവിടെ കേൾക്കാൻ കഴിയുന്നത്. ഇന്നും ആ ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷവതിയാണ്. ഭഗവാന്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞല്ലോ. ഇന്നും നിങ്ങളുടെ മുന്നിൽ ഞാൻ പാടുന്നത് ഭഗവാന്റെ തിരുമുന്നിലാണ്, അല്ലേ? നീല സാരിയും നീല ബ്ലൗസും കഴുത്തിൽ നീല കല്ലുകൾ പതിച്ച നീലയും പച്ചയും കലർന്ന രത്നമാലയും ചാർത്തി ആ സ്റ്റേജിലിരിക്കുന്നതും ശ്രീ മാവേലിക്കര പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗത്തിലും മറ്റുള്ള പക്കമേളവും ഒക്കെ ഉൾപ്പെടെ 3-3.5-4 മണിക്കൂർ അവർ പാടിയപ്പോൾ സത്യത്തിൽ അനുഭൂതിയുടെ ആസ്വാദനത്തിൻ്റെ ഒരു വലിയ തലത്തിൽ എത്തപ്പെട്ടു എന്നതാണ് വാസ്തവം. കച്ചേരിയെല്ലാം കഴിഞ്ഞ് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിയർത്ത് കുളിച്ച് ഇറങ്ങുമ്പോൾ ലീലാമ്മയോട്, അമ്മേ എങ്ങനെയുണ്ടായിരുന്നു? തളർന്നു, സ്റ്റേജിനെ അഭിമുഖീകരിക്കുകയല്ലേ, പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു. കച്ചേരി കേൾക്കാൻ ഇന്നും ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അതൊരു അതിശയമായി എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കച്ചേരിയായിരുന്നു ഇത്. എത്ര
ശ്രദ്ധയോടെയാണ് ആൾക്കാർ എൻ്റെ കച്ചേരി ആസ്വദിച്ചത്. റോഡിൽ വെളുത്ത മണൽ വിതറി ആ മണൽ പരപ്പിൽ ഇരുന്ന് നൂറുകണക്കിന് ആൾക്കാർ ശ്രദ്ധാപൂർവം ആ കച്ചേരി ആസ്വദിക്കുമ്പോൾ ഞാനും അമ്പലത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുകയായിരുന്നു. ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത രീതിയിൽ സ്വരമാധുരിയുടെ ഒരു മേളപ്പെരുക്കം എന്ന് തന്നെ പറയാം. കച്ചേരിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് വളരെ ലളിതമായ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഉള്ള ചെന്നൈ ഫ്ലൈറ്റിൽ പോകും എന്ന് പറഞ്ഞ് കാറിലോട്ട് കയറുമ്പോൾ കച്ചേരിയെല്ലാം കഴിഞ്ഞ് ഒഴിഞ്ഞ ഒരു യജ്ഞശാല പോലെ ആളുകളെല്ലാം ഒഴിഞ്ഞു പോയപ്പോൾ അവിടെ നിന്നും വെള്ള അംബാസഡർ കാറിൽ അവരും കൂടെയുള്ളവരും കയറി ഹോട്ടലിലേക്ക് പോകാനായിട്ട് പോയപ്പോൾ അവർ തൊഴുകൈകളോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ശരവണ, വീണ്ടും നമുക്ക് കാണണം. ഇങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് കാർ വിദൂരതയിലേക്ക് നീങ്ങി. ആ ഒരു ഓർമ്മ, ആ ഒരു പരിചയപ്പെടൽ, കാലം എത്രയോ കഴിഞ്ഞു. രാജ്യം ആ വലിയ ഗായികയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകിയപ്പോഴും അവരുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്നും അവസാനിച്ചെങ്കിലും അവരുടെ കണ്ടത്തിൽ നിന്ന് ഉയർന്ന നാദം ഇന്നും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ഭക്തിയുടെ താളമായി, ഭക്തിയുടെ സ്വരമായി നിലനിർത്തുന്നുവെങ്കിൽ അവർ ഒരു അസാധ്യ പ്രതിഭയായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ജന്മങ്ങൾ ഇനിയും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ശബ്ദത്തിൻ്റെ കുയിൽനാദം, ശബ്ദമാധുരിമ കൊണ്ട് ലോകത്തെ ഇന്നും ഉണർത്തുപാട്ടുകളായി അവരെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഈ കാലത്തും ആ പ്രതിഭയെ പറ്റി നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ടും നല്ലത് മാത്രം സ്മരിച്ചുകൊണ്ടും ഇവിടെ ചുരുക്കട്ടെ ഈ വാക്കുകൾ. നന്ദി, നമസ്കാരം.